fight the BJP. I fight the ideology of the RSS every single day. ഞാൻ BJPക്കെതിരെ പോരാടുന്നു. RSS പ്രത്യയശാസ്ത്രത്തിനെതിരെ ഓരോ ദിവസവും ഞാൻ പോരാടുന്നു. Every step I take, I'm telling you, every step I take, the BJP attacks me. ഞാൻ മുൻപോട്ടെടുക്കുന്ന ഓരോ പടിക്കും എൻ്റെ ഓരോ കാൽവെപ്പിനും RSSനെയും BJPയെയും എതിരിട്ടുകൊണ്ട് ഞാൻ മുൻപോട്ട് പോകുന്ന ഓരോ നിമിഷവും BJPയും RSSും എന്നെ ബുദ്ധിമുട്ടിക്കുന്നു. Right now they are watching this speech and they're saying, okay, what is it that we can say to attack him? ഇപ്പോ ഞാൻ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്റെ പ്രസംഗം അവർ കേട്ടുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് അവർ ആലോചിക്കുകയാണ് അദ്ദേഹത്തെ ആക്രമിക്കാൻ ഞങ്ങൾക്ക് ഇപ്പൊ എന്താണ് പറയാൻ സാധിക്കുന്നതെന്ന്. So there's one thing I don't understand. എനിക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു കാര്യമുണ്ട്. Why is it that the cases that are there against the left front government, against a person who works in the chief minister's office, are progressing so slowly? എനിക്ക് ഒരു കാര്യം മനസ്സിലാവുന്നില്ല. എന്നെ ഓരോ നിമിഷവും അവർ ആക്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്തുകൊണ്ടാണ് ഇടതുപക്ഷ ഗവൺമെന്റിനെതിരെയുള്ള മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ജോലി ചെയ്യുന്ന ഒരാൾക്കെതിരെയുള്ള കേസുകൾ ഇങ്ങനെ ഇഴഞ്ഞിഴഞ്ഞു പോകുന്നത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. Why is it taking so long? എന്തുകൊണ്ടാണ് ഇത് ഇത്ര കാലം എടുക്കുന്നത്? Why is the CBI, the ED, all these other institutions not attacking the left front? എന്തുകൊണ്ടാണ് CBI, ED, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പോലെയുള്ള സ്ഥാപനങ്ങൾ ഇടതുപക്ഷ ഗവൺമെന്റിനെ ആക്രമിക്കാത്തത്? I am a bit confused about this. എനിക്ക് ഇതിനെപ്പറ്റി ഒരു വലിയ ആശയക്കുഴപ്പമുണ്ട്. Because I know when you fight the BJP attacks you all the time, 24 hours a day. കാരണം എനിക്കറിയാം, നിങ്ങൾ BJPയെ എതിരിട്ടാൽ, BJPക്കെതിരെ സംസാരിച്ചാൽ 24 മണിക്കൂറും BJP നിങ്ങളെ ആക്രമിച്ചുകൊണ്ട് തന്നെ ഇരിക്കും. There is only one reason the BJP is going slow on these cases. BJP എന്തുകൊണ്ടാണ് ഈ കേസുകളെ പറ്റി വളരെ പതുക്കെ സാവധാനം മെല്ലെ പോകുന്നത്? അതിനൊറ്റ കാരണം മാത്രമേ ഉള്ളൂ. You can figure out what that reason is. ആ കാരണം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. The most dynamic state of Kerala has its youngsters wondering why they can't get jobs. കേരളത്തിലെ ഏറ്റവും ഊർജ്ജസ്വലരായ, കേരളത്തിന്റെ ഊർജ്ജസ്വലതയ്ക്ക് ഒരു പ്രധാന കാരണം ഇവിടുത്തെ ചെറുപ്പക്കാരാണ്. ഞാൻ അത്ഭുതപ്പെടുകയാണ് എന്തുകൊണ്ടാണ് അവർക്ക് ജോലി കിട്ടാൻ സാധിക്കാത്തത്. Dynamic state with the most brilliant youngsters, and they are asking themselves, why is it that we can't get a job? ഏറ്റവും അധികം ഊർജ്ജസ്വലമായ ഒരു സംസ്ഥാനം, വളരെ ബുദ്ധിയുള്ള, ബ്രില്യന്റ് ആയിട്ടുള്ള, ഏറ്റവും കഴിവുള്ള, സാമർഥ്യമുള്ള ചെറുപ്പക്കാരുടെ ഒരു സംസ്ഥാനം. പക്ഷെ അവർ സ്വയം ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തുകൊണ്ടാണ് ഞങ്ങൾക്ക് ജോലി കിട്ടാത്തത്. The left front said they will make Kerala perfect. ഇടതുപക്ഷ ഗവൺമെന്റ് പറയുന്നത് അവർ കേരളത്തെ മനോഹരമാക്കും, പൂർണ്ണമാക്കും, പെർഫെക്റ്റ് ആക്കും, ഏറ്റവും മികച്ചതാക്കും. Question is, perfect for whom? ചോദ്യം ഇതാണ്, ആർക്കു വേണ്ടിയാണ് മികച്ചത്? Perfect for the people of Kerala or perfect for the left organization? കേരളത്തെ ഏറ്റവും മികച്ചതാക്കും, കേരളത്തിൽ എല്ലാം ശരിയാക്കും എന്ന് പറയുമ്പോൾ ചോദ്യം ചോദിക്കേണ്ടതുണ്ട്, ആർക്കു വേണ്ടി? കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടിയോ അതോ ഇടതുപക്ഷ സംഘടനയ്ക്കും പാർട്ടിക്കും വേണ്ടിയോ? If you're one of their people, every single job is available to you. നിങ്ങൾ അവരുടെ ഒരാളാണെങ്കിൽ, ഇടതുപക്ഷ പ്രസ്ഥാനത്തിൽപ്പെടുന്ന ഒരാളാണെങ്കിൽ ഇവിടുത്തെ എല്ലാ ജോലിയും നിങ്ങൾക്ക് ലഭ്യമാണ്. If you carry their flag, any amount of smuggling of gold is allowed. നിങ്ങൾ അവരുടെ കൊടി പിടിക്കുകയാണെങ്കിൽ ഏതളവ് വരെ സ്മഗ്ലിംഗ്, സ്വർണ്ണക്കള്ളക്കടത്തും അനുവദിക്കാം. You can sit in the chief minister's office and do that job. നിങ്ങൾക്ക് മുഖ്യമന്ത്രിയുടെ ഓഫീസിലിരുന്ന് ആ ജോലി ചെയ്യാൻ പറ്റും. But if you're a young Keralite, then you have to protest and shout and scream to try and get your right. പക്ഷേ ഇതൊന്നുമല്ലാതെ കൊടി പിടിക്കാത്ത ഒരു ചെറുപ്പക്കാരിയായ മലയാളിയാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് സെക്രട്ടേറിയറ്റിന്റെ മുൻപിൽ ഇരുന്ന് ഉറക്കെ നിലവിളിക്കണം, അവിടെ ഉറങ്ങണം, നിങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടി അവിടെ ഇരുന്ന് പോരാടേണ്ടി വരും. Then there is only one way to fight nepotism. It is called a hunger strike. അങ്ങനെ വരുമ്പോൾ സ്വജന പക്ഷപാതത്തെ എതിരിടാൻ ഒറ്റ വഴിയേ ഉള്ളൂ, അതാണ് നിരാഹാര സത്യാഗ്രഹം. Then the chief minister does not care if you die, he's not going to come and speak to you.
നിരാഹാര സത്യാഗ്രഹം കിടക്കുന്നവർ മരിക്കാൻ പോയാലും നമ്മുടെ മുഖ്യമന്ത്രിക്ക്, ഇവിടുത്തെ മുഖ്യമന്ത്രിക്ക് അതിനെപ്പറ്റി യാതൊരു ആകുലതയുമില്ല. അദ്ദേഹം നിങ്ങളോട് വന്ന് സംസാരിക്കാനും പോകുന്നില്ല. Why? Because you're not a left front worker. എന്തുകൊണ്ടാണ്? കാരണം നിരാഹാരം സത്യാഗ്രഹം കിടക്കുന്നവരും മരിക്കാൻ പോകുന്നവരും ഇടതുപക്ഷ സംഘടനകൾ പ്രവർത്തിക്കുന്നവരല്ല എന്ന ഒറ്റ കാരണം കൊണ്ട്. I guarantee you, if those youngsters were left front workers, the chief minister would be sitting there talking to them right now. ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരുന്നു, ഉറപ്പായിട്ട് എനിക്ക് പറയാൻ സാധിക്കും, അവിടെ നിരാഹാരം ഇരിക്കുന്നവർ, സമരം ഇരിക്കുന്നവർ ഇടതുപക്ഷ മുന്നണിയിൽപ്പെട്ടവരായിരുന്നെങ്കിൽ, ഇടതുപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ ഭാഗമായിരുന്നെങ്കിൽ മുഖ്യമന്ത്രി അവിടെ വന്നിരുന്ന് അവരോട് തീർച്ചയായും സംസാരിച്ചിരുന്നിരിക്കും എന്ന് എനിക്ക് ഉറപ്പുണ്ട്. Giving them every single job that they don't deserve. അവർക്ക് അത് മാത്രമല്ല, അവരോട് സംസാരിക്കാൻ മാത്രമല്ല, അവർക്ക് അർഹതയില്ലാത്ത ഓരോ ജോലിയും അദ്ദേഹം കൊടുത്തിരുന്നിരിക്കും. And when the Congress workers and the people of Kerala try to fight non-violently, you beat them and you kill them. അത് മാത്രമല്ല, കേരളത്തിലെ ജനങ്ങൾ, കോൺഗ്രസ് പ്രവർത്തകർ ഇതിനെയൊക്കെ അഹിംസാത്മകമായി അക്രമമില്ലാതെ പോരാടുമ്പോൾ നിങ്ങൾ എന്താ ചെയ്യുന്നത്? നിങ്ങൾ അവരെ മർദ്ദിക്കുന്നു, നിങ്ങൾ അവരെ കൊല്ലുന്നു. Don't worry, there are many Congress workers who will continue to fight you. You can kill as many of us as you want. അത് ഒന്ന് ഓർക്കണം, ഇവിടെ ധാരാളം കോൺഗ്രസ് പ്രവർത്തകരുണ്ടാവും നിങ്ങൾക്കെതിരെ പോരാടാൻ. അവർ ആ പോരാട്ടം തുടർന്നുകൊണ്ട് തന്നെ ഇരിക്കും. We are not scared of your violence. ഞങ്ങൾ ഒരിക്കലും നിങ്ങളുടെ അക്രമത്തെയും ഹിംസയും, We are not scared of your methods. നിങ്ങളുടെ രീതി, നിങ്ങളുടെ അക്രമത്തിന്റെ രീതി, അത് ഞങ്ങൾക്ക് അല്പം പോലും പേടിയില്ല. But we will never use them. പക്ഷെ ഞങ്ങൾ ഒരിക്കലും ഈ നിങ്ങളുടെ അക്രമത്തിൻ്റെതായ പാത ഞങ്ങൾ ഉപയോഗിക്കില്ല. So that is the broad situation in the state. അതാണ് ഈ സംസ്ഥാനത്തെ നമ്മൾ വിശദമായി പറയുന്ന ഇവിടുത്തെ ഒരു സാഹചര്യം. അതാണ്